ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ ചാപ്റ്റർ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. CBSEക്കും ICSEയും എല്ലാം 8th തൊട്ട് ഡിസ്കസ് ചെയ്യണ ചാപ്റ്ററാണിത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. So today's our topic ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ബാ. The electric current is the rate at which charge flows through a certain surface in a particular direction. എന്താ ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്? ചാർജ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു സർഫസിൽ ഫ്ലോ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക. അപ്പം ഇതിലെ മെയിൻ കണ്ടന്റ് ആരാ? ചാർജ് ആണ്. അപ്പോൾ ചാർജ് എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ഒരു ആറ്റം കൺസിഡർ ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാമല്ലേ ആറ്റം എന്താന്ന്? എന്താ ആറ്റം എന്ന് പറഞ്ഞാൽ? സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് കോൾഡ് as ആറ്റം. ദിസ് ആറ്റം, ആറ്റത്തിന്റെ സെന്ററിൽ എന്താ ഉള്ളത്? നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ സെന്ററിൽ ഉള്ള സാധനത്തിന്റെ പേരെന്താ? യു ആർ റൈറ്റ്, ന്യൂക്ലിയസ്. സോ ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഒരു ആറ്റമാണ് ഓരോ എലമെന്റ്സിന്റെയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. അതിൽ തന്നെ ആറ്റത്തിന്റെ സെന്റർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. ഈ ന്യൂട്രോണിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, ചാർജ്ലെസ് ആണ്. ഓക്കെ, ചാർജ്ലെസ്. ഈ പ്രോട്ടോൺ, പുള്ളിക്ക് ചാർജ് ഉണ്ട്. പുള്ളിയുടെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. ഈ പ്രോട്ടോണിന്റെ ചാർജ്. ഇവര് രണ്ടുപേരെയും കൂടാതെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ട്. പക്ഷെ അത് ന്യൂക്ലിയസിന്റെ അകത്തല്ല, അത് ഈ ആറ്റത്തിന്റെ ഷെൽസിന്റെ ഉള്ളിലാണുള്ളത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ്. ഈ ആണ് സിമ്പൽ. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കുള്ള ചാർജസ്. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂക്ലിയോൺസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ചാർജസ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും ചാർജസിനെ കുറിച്ച് പഠിച്ചാൽ മതി. ന്യൂട്രോൺസ് ആണ്, അതിന് ചാർജ്ലെസ് ആണ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് എല്ലാ എലമെന്റിലും ഉണ്ട്, ഇൻക്ലൂഡിങ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ പോലും ഈ ആറ്റംസ് ഉണ്ട്. ആറ്റംസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കുന്നത് അല്ലെ? അതിൻ്റെ അകത്തൊരു വേർഡ് ഉണ്ടായിരുന്നു, ചാർജിന്റെ ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ എഴുതി ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഈ ചാർജിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ഫ്ലോ. അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഡെഫിനിഷൻ മനസ്സിലായോ? ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ഫ്ലോയാണ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള ആ ചാർജിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അഥവാ കറണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഫ്ലോ, ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യണമെന്ന് നോക്കാം. കോമൺലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പറയൂ. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ 3 തരത്തിലുള്ള എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. കണ്ടക്ടേഴ്സ്, semiconductors and insulators. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് അലൗ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ അലൗ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. സെമി കണ്ടക്ടേഴ്സ് എന്താ ചെയ്യുക? പാർഷ്യലി അലൗ ചെയ്യും. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ഇലക്ട്രോൺ ഫ്ലോയിനെ അലൗ ചെയ്യുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഓൾ കണ്ടക്ടേഴ്സ് ആർ അലൗഡ് ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ചാർജിന്റെ ഫ്ലോയിനെ അലൗ ചെയ്യുന്ന മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്, അലൗ ചെയ്യാത്ത മെറ്റീരിയൽസും അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചാർജിന്റെ ഫ്ലോ, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ചാർജ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ. ചാർജിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? Q is the symbol of charge. Q
Q. Okay, then P, പ്രോട്രോൺ. പ്രോട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്രോണിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്രോൺ പോസിറ്റീവിൽ നിന്നും പോസിറ്റീവ് ടു നെഗറ്റീവ്, നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക. ഇനി ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ മക്കളെ? നെഗറ്റീവ്, നെഗറ്റീവ് ആണല്ലേ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരിക? ഡയറക്ഷൻ ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രോട്രോണിന്റെ ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവും ഇലക്ട്രോൺസിന്റെ ഫ്ലോ നെഗറ്റീവ് ടു പോസിറ്റീവും ആണ്. ഇനി അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, പ്രോട്രോണും ഫ്ലോ ചെയ്യും ഇലക്ട്രോൺസും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റിനെ ഡിഫൈൻ ചെയ്ത് ചാർജസിന്റെ ഫ്ലോ ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ആണ്. ഒരു മെറ്റീരിയൽസിൽ ഇലക്ട്രോൺസ് ആണ് കൂടുന്നതെങ്കിൽ ആ മെറ്റീരിയലിലെ കറണ്ടിന് കാരണമാകുന്നത് ഇലക്ട്രോൺസിന്റെ ഫ്ലോയും, ഒരു മെറ്റീരിയലിൽ പ്രോട്രോൺസ് ആണ് കൂടുതലെങ്കിൽ ആ മെറ്റീരിയലിലെ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് കാരണമാകുന്നത് പ്രോട്രോൺസിന്റെ ഫ്ലോയുമാണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഈ മെറ്റീരിയലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണ്, നമ്പർ ഓഫ് പ്രോട്രോൺസ് കുറവാണ്. ഓക്കെ, ഈ സെയിം മെറ്റീരിയലിൽ ഇലക്ട്രോൺസും ഇത് നെഗറ്റീവ് സൈഡും ഇത് പോസിറ്റീവ് സൈഡുമാണ്. ഈ ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യും ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ പ്രോട്രോൺസ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും ഫ്ലോ ചെയ്യും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലായതുകൊണ്ട് ഈ കേസിൽ മെജോറിറ്റി കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോയും മൈനോറിറ്റി കറണ്ട് എന്ന് പറയുന്നത് പ്രോട്രോൺ ഫ്ലോയും ആയിരിക്കും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? ചാർജിന്റെ ഫ്ലോ ആണ്. ഈ ചാർജ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയേ? ആറ്റത്തിന്റെ അകത്ത് ന്യൂട്രോൺസ്, പ്രോട്രോൺസ്, റൗണ്ട് ചെയ്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് നെഗറ്റീവ് പോസിറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. പ്രോട്രോൺ ഫ്ലോയും കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്, ഇലക്ട്രോൺ ഫ്ലോയും കറണ്ട് ആണ്. എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുക? മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കറണ്ട് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിൽ ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റിലെ മെജോറിറ്റി കറണ്ട് ഫ്ലോ ഇലക്ട്രോൺസും മൈനോറിറ്റി കറണ്ട് ഫ്ലോ പ്രോട്രോൺസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ പഠിക്കണേ. ഇനി എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.